Hi guys. Actually, ഓൾറെഡി 1:30 ആണ്. ഒരു ഉറക്കത്തിന്റെ ഉറങ്ങിയിട്ടില്ല. അതെ, അപ്പോൾ ഒരു ഉറക്കത്തിന്റെ മയത്തിലാണ് രണ്ടുപേരും. ആക്ച്വലി എന്താണ് സേ ഹായ് മലയാളീസ്. ഹലോ മലയാളീസ്. രണ്ടുപേരും ഇരട്ടത്താണ്. ആക്ച്വലി നമ്മൾ പോകുന്ന ടൈം 2 o'clock ആയെന്ന് തോന്നുന്നു. 1:30 1:30 ആയി. ആക്ച്വലി ഒരു ബ്രൈഡലിൻ്റെ മേക്കപ്പിനാണ് പോകുന്നത്. ആഫ്റ്റർ ലോങ് ടൈം കവി ഞാൻ ഒന്നിച്ചു ലൈറ്റ് ഒന്നുമില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടല്ലോ വൈറ്റ് ലൈറ്റ് ഇടേണ്ട കാര്യത്തിൽ പറഞ്ഞു. കാരണം ഓൾറെഡി 1:30 ആണ്. ഒരു ഉറക്കത്തിന്റെ ഉറങ്ങിയിട്ടില്ല. അതെ, അപ്പോൾ ഒരു ഉറക്കത്തിന്റെ മയത്തിലാണ് രണ്ടുപേരും. ആക്ച്വലി ഇന്നൊരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്. സോ അതിനെ പൊക്കോണ്ടിരിക്കുകയാണ്. കോട്ടയത്താണ് ആക്ച്വലി അല്ലേടാ. അപ്പോൾ മേക്കപ്പ് അവിടെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്യും. കവിക്ക് അഗെയിൻ ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് ഒരു എറണാകുളത്തൊരു ബ്രൈഡുണ്ട്. അപ്പം ശരി, പോകുന്ന സമയത്ത് വിശേഷങ്ങൾ കാണിക്കാം. അതെ അതെ, കുറേ ദിവസമായി അല്ലേടാ നമ്മൾ. കുറേ ദിവസമായി ആഫ്റ്റർ ലോങ് ടൈം. അപ്പം ശരി, ഇപ്പം എവിടെ കവി ടീ കുടിക്കുന്നത് എനിക്കൊന്ന് മലയാളികളുടെ വികാരമാണ്. തീർച്ചയായിട്ടും. കോഫി ഷൈ സേ ഹായ് ബ്രദർ, ഇറ്റ്സ് മൈ ബ്രോ. ഹായ്. രാത്രി ശരിക്കും പറഞ്ഞാൽ ടീ കോഫി എന്തോ ആവട്ടെ, അതൊരു ഫീലല്ലേ. കവി അന്നത്തേക്കാളും സുന്ദരനായി. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പക്ഷെ മോർ ദാൻ ദാറ്റ് ഐ ലൈക്ക് യുവർ ഹെയർ സ്റ്റൈൽ. ലൈക്ക് ഇറ്റ്സ് ഗുഡ്. എനിക്ക് അന്നത്തേക്കാളും ഇതാ ഇഷ്ടപ്പെട്ടു. കവിക്ക് അതാ ഇഷ്ടം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഒരു മാറ്റം വേണ്ടേ? ഞങ്ങൾക്ക് ഗേൾസിന് പരിധിയുണ്ടോ മാറ്റങ്ങൾക്ക്? വേണമെങ്കിൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എനിക്ക് കുറച്ചൊക്കെ ഒന്ന് മുട്ടി ഇങ്ങനെ കാണിക്കണം. അതിന് കുറച്ചെങ്കിലും വേണം. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഞാനൊരു ബോയ് ആയിരുന്നു നിന്നെ പോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് ട്രൈ ചെയ്തുകൊണ്ടേ ചെയ്യണം. അതാണ് പറഞ്ഞത്. ഞാൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് എനിക്കൊരു എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നാത്തത്. ഇറ്റ്സ് ലുക്ക് ഗുഡ്. നീ കാണുമ്പോൾ എപ്പോഴും ഇത് തന്നെ എൻ്റെ മുടി, ഒരു മാറ്റവും. കാരണം കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. എനിക്ക് തിക്നെസ് കുറവാണ്. എനിക്ക് നല്ല തിക്നെസ് ഉണ്ടോ? ട്രാവലിംഗ് ഇഷ്ടമാണോയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയായിരുന്നു. സ്പോർട്സ് ആയിക്കോട്ടെ, മോഡലിംഗ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മേക്കപ്പ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇതിലേക്ക് ഞാൻ വന്നതിന് ശേഷം ട്രാവലിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ചില മാറ്റങ്ങൾ നല്ലതാണെന്ന് ഇതിലൂടെ എനിക്ക് മനസ്സിലായി തുടങ്ങിയതാണ്. ഹായ് ഗായ്സ്. ആക്ച്വലി കവിയാണ് മേക്കപ്പ് ചെയ്തത്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വന്നതാണ്. അമ്മയ്ക്ക് ചെയ്തു. 2 sisters, right? താങ്ക് യു സോ മച്ച്. എനിക്ക് അവരത് എടുക്കണമെന്നുണ്ട്, പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല. ആക്ച്വലി അവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു പോയി. എനിക്ക് റിയലി ബ്യൂട്ടിഫുൾ ടു സീ ആൻഡ് ഐ ആം പ്രേയിങ് ഫോർ യു ആൻഡ് യുവർ ഓൾ ഫാമിലി. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആക്ച്വലി അവിടുത്തെ വ്യൂ പോയിന്റ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാനിവിടെ നിന്ന് പോവുകയാണ്. കഴിഞ്ഞു മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞു. ബാഗൊക്കെ എടുത്ത് പോവുക. ഓക്കെ, ട്രെയിനിൽ വേണം പോവാൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിന്ന് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് എല്ലാം തന്നെ കണ്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതുപോലെ ദാറ്റ് മച്ച് ഐ എം ടയർഡ്. വേറൊന്നുമല്ല, മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി കവി ബ്രൈഡിനും ചെയ്തു. ഞാൻ ബ്രൈഡിൻ്റെ സിസ്റ്റർ 2 ചേച്ചിമാരുണ്ട്, അവർക്കും അമ്മയ്ക്കുമാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് ആക്ച്വലി പോയത്. ഹെയർ ആൻഡ് മേക്കപ്പ്. സോ അത് കഴിഞ്ഞ് കവിക്ക് ഉടനെ തന്നെ കൊച്ചിയിലൊരു വർക്കുണ്ട്. അപ്പോൾ കവിക്ക് പോകണം. 2 പേരും പോയാൽ ശരിയാവില്ല. അപ്പോൾ കവി പോയപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അതുമല്ല മേക്കപ്പ് കഴിഞ്ഞിട്ടുമില്ല, 3 പേർക്ക് ചെയ്യാനല്ലേ. സോ അപ്പോൾ 3 പേർക്കും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ കാറിലല്ലേ ഒരുമിച്ച് വന്നത്. കവി പോയി അവരെല്ലാം ഡ്രോപ്പ് ചെയ്തിരുന്നു. ഫാമിലി സോ നൈസ് ഫാമിലി. ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. അവരുടെ വിശ്വാസമായിരിക്കും ഫസ്റ്റ് വരിക. അമ്മ ഹെയർ എല്ലാം കേട്ടിയൊക്കെ പോക്കി വെച്ച് അങ്ങനെ ഫസ്റ്റ് ബാക്കിലാണ് അവരെ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ബാക്കിൽ നിന്ന്
ഫസ്റ്റത്തെ ഫ്ലോർ പ്ലാറ്റ്ഫോമിലോട്ട് വരണം, കാരണം ടിക്കറ്റ് എടുക്കണം. സഡനാണ് പ്ലാൻസ് എല്ലാം ചേഞ്ച് ആവുന്നത്. ഞാൻ അവിടെ കുറച്ചു നേരം കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്, കാരണം 3 പേർക്ക് ചെയ്യണ്ടേ. ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല ചൂടാണ്. 11:45 ട്രെയിന്. ഇത് ഫുൾ AC ട്രെയിനാണ്. കൺവേർട്ട് ചെയ്യണം കയറിയിട്ട്. പിന്നെ നമ്മുടെ കൊച്ചുവേളി വരെ ഉള്ളൂ. അല്ല, സെൻട്രലിൽ ഇറങ്ങണമെങ്കിൽ പിന്നെ 2:30 ട്രെയിൻ ഉള്ളൂ. ഓ മൈ ഗോഡ്, അതുവരെ നിൽക്കാനുള്ള യാതൊരുവിധ ധാണിയും. ഐ ഡോണ്ട് ഹാവ് എ കപ്പാസിറ്റി. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. സോ ഇനിയിപ്പോൾ 10:45 ഉള്ളൂ ആക്ച്വലി. ജേണി റൈറ്റ്. ചില സമയത്ത് ഞാനെന്തോ ആദ്യമായിട്ട് ഫാമിലിയെ കാണുന്ന പോലെ ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം, നമുക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാനെന്തോ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പോലെയാണ് ഫാമിലിയുടെ അടുത്ത് പോകുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഉണ്ട്. എനിക്കറിയില്ല, ഞാനെന്തോ ആരോ മറ്റേ 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആരെയോ കാണാൻ പോകുന്ന ഒരു പ്രതീതി. എക്സൈറ്റഡ്. എനിക്കറിയില്ല, എനിക്ക് 2-3 ദിവസമാണെങ്കിൽ അവരെ മിസ് ചെയ്യുമ്പം ഐ ഫീൽ സോ കണ്ടന്റഡ്. എൻ്റെ നഖം കൊണ്ട് എൻ്റെ ചുണ്ട് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, ചുണ്ടിൻ്റെ കാര്യം പ്രത്യേകിച്ചു. കുറഞ്ഞിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് മിസ്സിങ് ചെയ്യും. അവരോട്ട് എത്രത്തോളം ഡിസ്റ്റൻസിൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറൊരു കാര്യം. കാരണം ഐ വോണ്ട് ബി സക്സസ്ഫുൾ ഫോർ ഷുവർ. പക്ഷെ അവരെ മിസ് ചെയ്യും തോറും ഞാൻ അവരെ ഒരുപാട് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞ് എനിക്കൊരു കാർ എടുത്ത് ഒരു ദിവസം അമ്മയും ഞാനും കൂടെ കാറിൽ പോകാൻ, ഒരു ദിവസം അച്ഛനെ കൊണ്ടുപോകാൻ ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ചേച്ചിയുടെ കുട്ടി വരണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകുന്നത് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. 9 years ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യമാണ്. ഇപ്പോഴും ഞാനത് ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഐ എം ഡ്രീമിങ് ലൈക്ക് ദാറ്റ് വേ. അകലും തോറും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അകലും തോറും നമുക്ക് ഇഷ്ടപ്പെട്ടവരോടുള്ള സ്നേഹം കൂടും, മിണ്ടാതിരിക്കും തോറും കൂടും, എനിക്ക് അടുത്തിരുന്നാലും കൂടും. ഇതെന്ത് രോഗമാണെന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പം ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാം. എനിക്കിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് മാത്രം കാര്യമില്ല. ജനറലാണ് എടുത്തത്, അപ്പം കൺഫേം ആവണം. കയറിയിട്ട് AC-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കയറിയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. അതൊന്ന് കൺഫേമായി കിട്ടുന്നവരെ ടെൻഷൻ ഉണ്ടായിരിക്കും കേട്ടോ. എന്തായാലും മോർ ദാൻ 1 hour ഉണ്ട്. ഇങ്ങനെ പാട്ട് കേട്ടിരിക്കും. എഡിറ്റ് ചെയ്യണമെന്നുണ്ട്, സ്പേസ് ഒന്നുമില്ല. ലാപ്ടോപ്പിൽ ചെയ്താലേ ശരിയാവുള്ളൂ. പിന്നെ ലാപ്ടോപ്പ് ഒന്നും നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ ഞാൻ തന്നെ ഇതെല്ലാം ചുമക്കണം. സഡൻ സിറ്റുവേഷൻസ് ഇങ്ങനെയാ. ലൈക്ക് ഞാനിതിപ്പോൾ വെറുതെ എപ്പോഴും പറയുന്ന ടോപ്പിക്കിൽ, നമുക്ക് കാർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബഡ്ജറ്റിൽ ഞാനൊരു കാറിൽ കവി ഒരു കാറിൽ അങ്ങനെ നടക്കാത്ത കാര്യം. സോ അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. 2 കാറിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റട്ടെ. അകലം കൂടും തോറും ഒരു ചിന്ത പെട്ടെന്ന് തന്നെ പറ്റി പോകുന്നത്. കാരണം അമ്മയ്ക്ക് അവിടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടി. അപ്പം ഇന്ന് രാത്രിയോ അമ്മയത്തെ ആത്മാർത്ഥത്തോട്ട് നമ്മളെ ലൈഫിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അകലും തോറും നമുക്ക് സ്നേഹം കൂടും എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ 2 സൈഡും സ്നേഹം ഉണ്ടെങ്കിൽ കേട്ടോ, നമ്മളെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ചിന്തിക്കുന്നുണ്ടെങ്കിലും. ഇപ്പം എൻ്റെ ഫാമിലി തീർച്ചയായിട്ടും അതിനെ പറ്റി ചിന്തിക്കുമല്ലോ. ആര് ചിന്തിച്ചില്ലെങ്കിൽ അവർ ചിന്തിക്കും. അതുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കണക്ഷൻ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഹായ്. സോ ഫൈനലി AC-ൽ ഞാൻ അങ്ങ് കണ്ണും പൂട്ടി കണ്ണടച്ചങ്ങ് കയറി. കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ബട്ട് ഫൈനലി കിട്ടി കേട്ടോ. താങ്ക് ഗോഡ്. 2 മനസ്സുകൾ തമ്മിൽ ഒന്നു ചേരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം. Getting married is easy, but finding the right partner it's not. അപ്പോൾ മാരേജിന് പോകുമ്പോൾ
പല പല എക്സ്പീരിയൻസ് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത് ഭാവിയിൽ തീർച്ചയായിട്ടും എനിക്ക് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഒരേ ഒരു പ്രാർത്ഥന ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കാറുള്ളൂ. ഒരു മാരേജ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ മനസ്സുകൾ തമ്മിൽ ചേരണം. അവരുടെ മനസ്സുകളെ തകർക്കാൻ ആർക്കും കഴിയരുത്, ഒരു ഡെവിലിനും എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെയും ഭാവിയിൽ. മാരേജ് എന്ന് പറയുന്നത് തമാശയല്ല, വളരെ ശ്രദ്ധയോടുകൂടി എടുക്കേണ്ട ഒരു ഡിസിഷനാണ് എന്നുള്ളത് ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പുറത്ത് പോകരുത്. ഒരു ടാക്സി എന്തെങ്കിലും വേണമെങ്കിൽ 1.5 മണിക്കൂറുള്ള വെയിറ്റിംഗ് ആണ്. ഇത് തന്നെ 7 മിനിറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. പേരിന്റെ കാര്യം എന്താ പറഞ്ഞ മനസ്സിലായില്ല. പേര് ജീസസ് എന്നായതുകൊണ്ടാണ് ഡൗട്ട് ഒന്നും. പോയായിരിക്കും. ഞാൻ വിചാരിച്ചതുപോലെ അല്ല, എഡിറ്റിങ്ങിന് കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.